സതീശൻ പറഞ്ഞിരുന്നു, അതായത് 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന്. സതീശൻ ഇത് പറഞ്ഞതിന് ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, മുഖ്യമന്ത്രിയായിട്ട് നടത്തിയൊരു ചാനൽ അഭിമുഖത്തിൽ അവതാരകൻ ഈ കാര്യം, ഈ ഡസൻ കണക്കിന് മന്ത്രിമാർ തോൽക്കുമെന്നുള്ള സതീശൻ്റെ ഈ ഒരു വാദത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി അതിന് ഭയങ്കര രസകരമായിട്ടുള്ള മറുപടി പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ എന്താകുമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതായത് ഒരു മാസ് കാണിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പം മൊത്തത്തിലുള്ള ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആ വീഡിയോയാണ്. അല്ല സത്യ, ലൂസിഫർ സിനിമ ഉണ്ടല്ലോ, ലൂസിഫർ സിനിമയിൽ മോഹൻലാലിന്റെ ഒരു ഡയലോഗ്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്ന് മോഹൻലാൽ ഒരു ചോദ്യം ചോദിക്കും എന്ന് പറയുന്ന പോലെ 12 മന്ത്രിമാർ തോൽക്കേ എന്ന് ആലോചിച്ചു. 12 മന്ത്രിമാർ, 1 ഡസൻ മന്ത്രിമാർ കേരളത്തിൽ തോക്കാൻ പോകുന്നു. അപ്പൊ അതിന് കൊടുത്ത് അപ്പം പിന്നെ വി.ഡി. സതീശന്റെ നില ഭദ്രമാണെന്ന് തോന്നുന്നുണ്ടോ എന്നാ പിണറായി അതിന് മറുപടി. അവിടെ ടൈസൺ മാഷാണ് കയ്പമംഗലത്ത് വന്ന് അവിടെയൊക്കെ വന്ന് മത്സരിക്കും, CPI-യുടെ നല്ലൊരു നേതാവ് എന്ന് പറയാം, അധ്യാപകനായിരുന്നു. ടൈസൺ മാസ്റ്ററാണ് അവിടെ ഇത്തവണ വി.ഡി. സതീശനെതിരായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. സംഘടനാപരമായി എല്ലാ തരത്തിലും ടൈസൺ മാഷിന് അവിടെ ലഭിക്കുന്ന ഒരു പ്രാധാന്യം വളരെ വലുതാണ്. പ്രചാരണ രംഗത്താണെങ്കിലും പ്രചരണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ടൈസൺ മാഷിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ജനകീയനാണ്, അതായത് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ടൈസൺ മാഷിനുണ്ട് എന്നുള്ളതാണ് ടൈസൺ മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുവരെ ടൈസൺ അങ്ങനെയുള്ള പിന്നെ ശക്തരായ നേതാക്കന്മാരെ ആരെയും സതീശനെതിരായി കളത്തിലിറക്കിയിട്ടൊന്നുമില്ല. ഇത്തവണ സതീശനെ പൂട്ടാൻ വേണ്ടി തന്നെ തയ്യാറായിട്ടാണ് ടൈസൺ മാഷിനെ രംഗത്തിറക്കിയെന്ന് വേണേൽ കരുതാം. പലരും പറഞ്ഞു CPM ആ സീറ്റ് തിരിച്ചെടുക്കണം, ആ CPI-യുടെ സീറ്റാണ്. CPM ആ സീറ്റ് തിരിച്ചെടുത്തുകൊണ്ട് വേറെ CPI-ക്ക് വേറൊരു സീറ്റ് കൊടുത്ത് അവിടെ നിന്നുകൊണ്ട് CPM ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞപ്പോഴും അതിൽ നിന്ന് മാറിക്കൊണ്ട് ടൈസൺ മാസ്റ്ററെ പോലെ ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുക. ഒരു 2 പേർക്കും ഒരു സമ്മതൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് അവിടെ ആ ടൈസൺ മാസ്റ്ററെ ഇറക്കിയത്. ടൈസൺ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ കത്തോലിക്കയുടെ ഒരു വലിയ പിന്തുണ, ന്യൂനപക്ഷ വോട്ടുകളുടെ, ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഒരു വലിയ വോട്ടിന്റെ പിന്തുണ ടൈസൺ മാഷിന് ലഭിക്കുമെന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഹിന്ദു വോട്ടുകൾ ധാരാളമായുണ്ട്. ഹിന്ദു വോട്ടുകൾ, മത്സ്യത്തൊഴിലാളി വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ, ഇതെല്ലാം ഭയങ്കരമായിട്ട് സ്പ്രെഡായി കിടക്കുന്ന ഒരു മേഖലയാണ്. ഹിന്ദു വോട്ടുകൾ തന്നെ ഈഴവ നായർ വോട്ടുകൾ ധാരാളമായി ആ ഭാഗത്തുണ്ട്. വി.ഡി. സതീശന്റെ ലക്ക് കൊണ്ടാണോ ഇനി അതല്ല വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് അറിയത്തില്ല, വെള്ളാപ്പള്ളി നടേശന് വി.ഡി. സതീശന് ഇഷ്ടമല്ല, സുകുമാരൻ നായർക്കും ഈ പറയുന്ന വി.ഡി. സതീശന് ഇഷ്ടമല്ല. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ ഈ 2 പേരുടെയും 2 സാമുദായിക പ്രമാണിമാരുടെ കൈകടത്തൽ കൊണ്ട് ഒരു 5000 വോട്ട് മറിഞ്ഞാൽ അത് വി.ഡി. സതീശന് ദോഷം. 5000 വോട്ട് വി.ഡി. സതീശനെതിരായിട്ട് ടൈസൺ മാഷിന് വീണാൽ അത് വലിയ പ്രശ്നമാണ്. ഇത്തവണ RSS കഴിഞ്ഞ തവണ നമുക്കറിയാം, പിന്നെ അവിടെ എനിക്ക് തോന്നുന്നൊരു സ്കൂളിൽ പരിപാടിയിൽ ഗോൾ വർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി വിളക്ക് കത്തിച്ച വി.ഡി. സതീശനെ നമുക്കറിയാം. എന്തിനായിരുന്നു ആ നാടകം? സതീശനെ സംബന്ധിച്ചിടത്തോളം അവിടെ RSSന്റെ പിന്തുണ ജയിക്കാൻ വേണമായിരുന്നു. അപ്പൊ ആ RSSന്റെ പിന്തുണയോടുകൂടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ അന്ന് ഈ പറയുന്ന ഗോൾ വർക്കറുടെ ചിത്രത്തിന് പോയി വിളക്ക് കത്തിച്ചത്. അല്ലാതെ അതിനകത്ത് വേറെ ഒരു യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ലാതെ അല്ല പോയത്. സതീശന് അത് കൃത്യമായിട്ട് അറിയാം, പണിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിന് RSSന്റെ പിന്തുണ ആ സമയത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പൊ ഡീൽ എന്നൊക്കെ പറയുകയാണ്, അത് വേറൊരു കാര്യം. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ ഇത്തവണ RSSും പിന്നോട്ട് വലിഞ്ഞിരിക്കുക. അപ്പം സാമുദായിക സംഘടനകളുടെ എതിർപ്പ് വി.ഡി. സതീശനെതിരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലത്തീൻ കത്തോലിക്ക അടക്കമുള്ള ആ ക്രൈസ്തവ വിഭാഗങ്ങളുടെ എതിർപ്പ് വി.ഡി. സതീശനുണ്ട്. ഇനി ആകെയുള്ള പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ്, അതായത് മുസ്ലിം വോട്ടുകളാണ്. എന്നാൽ ഈ മുസ്ലിം വോട്ടുകൾ ഇത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ അത്ര വിശ്വാസവും പോരാ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ വി.ഡി. സതീശന് എതിരായിട്ടൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ ഒരു എതിർപ്പുണ്ടാവാനുള്ള കാരണം? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ആ രമേശ് ചെന്നിത്തലയെ 2ാം വട്ടം പിന്നിലേക്ക് വലിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒന്നുമല്ല വെറും ഹരിപ്പാടിന്റെ വെറും ഒരു MLA മാത്രമാക്കി മാറ്റുകയും പിന്നീട് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കയറിയിരിക്കുകയും ചെയ്ത നേതാവാണ് വി.ഡി. സതീശൻ. ആ ഒരു ദേഷ്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാതിരിക്കാൻ
ചെന്നിത്തല സന്യാസിയൊന്നുമല്ല. ചെന്നിത്തലയ്ക്ക് അതിൻ്റെ ഒരു വാശിയും ദേഷ്യവും ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം, ഒരു തവണ ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ ആയിരുന്ന രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുമോ, ഇതുവരെ മന്ത്രിയാവാതെ കടന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കണോ? ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല മന്ത്രിയായിരുന്നുള്ള ഒരു അനുഭവ എന്താ പറയാ പരിചയമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ വെറും MLA മാത്രമായിരുന്നു. 20 വർഷമൊക്കെ ഇരുന്നു എന്ന് പറയുമെങ്കിൽ തന്നെയും ആ 20 വർഷം വെറും MLA ആണ്. അല്ലെങ്കിൽ കൂടി വന്ന പ്രതിപക്ഷ നേതാവ് വേറെ, മന്ത്രി വേറെ. അപ്പൊ ക്യാബിനറ്റ് പദവി ഉണ്ടെങ്കിൽ തന്നെയും മന്ത്രിയാവുന്നില്ലല്ലോ. അപ്പൊ മന്ത്രിയായി പോലും ഇരിക്കാൻ പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും? ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ആ ഭാഗങ്ങളിൽ, അതായത് പിന്നെ ഇവരുടെ ഏരിയ, ആ മണ്ഡലത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങൾ എല്ലാം VD സതീശന് നിലവിൽ ഇപ്പോഴത്തെ എതിരാണ്. പ്രചരണത്തിൽ ടൈസൺ മാഷ് ബഹുദൂരം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ ദൂരം മുന്നിലേക്ക് എത്താൻ ടൈസൺ മാഷിന് കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ടൈസൺ മാഷിനുള്ള ഒരു വിജയ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പിന്നെ പിണറായി പറഞ്ഞ കറക്റ്റാ. അദ്ദേഹത്തിന്റെ നില പോലും ഭദ്രമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്ന് തന്നെയാണ്. കാര്യം മുഖ്യമന്ത്രിയുടെ ആ ചിരിയെ ഭയക്കണം. മുഖ്യമന്ത്രി അങ്ങനെ വേറെ ഒരാളെ കുറിച്ച് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാളും തോൽക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഇന്ന ആളെ ഞങ്ങൾ തോൽപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളെ അർത്ഥം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആ ചിരിയുടെയും ആ വാക്കിന്റെയും അർത്ഥം ധ്വനിപ്പിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ തന്നെയുമല്ല, ഈ ഇത്രയും കാലം VD സതീശൻ അവിടുത്തെ MLA കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടെ BJP ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ്. വികസന മുരടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ വേണ്ടും വിധത്തിൽ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പറയുന്ന ലാറ്റിൻ കത്തോലിക്കന്റെ ഇടയിലും അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിംസിന്റെയും ഒക്കെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ശബരിമല വികാരം അങ്ങോട്ട് കത്തിക്കാനും പറ്റില്ല. തന്നെയല്ല, അവിടെയുള്ള ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഇടയിലേക്ക് SNDP NSSന്റെ ഇടയിലേക്കും ഈ ശബരിമല വികാരം കൊണ്ട് കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ ശരിക്കും ഈ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് അവിടെ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. ഇതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. തന്നെയല്ല, ടൈസൺ മാഷ് എന്ന് പറയുന്ന ഒരു നേതാവ് സതീശനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ എതിരാളി തന്നെയാണ്. അവിടെ കുറച്ചൊന്നും അല്ല സതീശൻ വിയർക്കാൻ പോകുന്നത്, കുറച്ച് ചെറുതായിട്ടൊന്നും അല്ല. അവിടെ ശക്തമാണ്. സമുദായ സംഘടനകളിലും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള സംഘടനകളും സതീശനെതിരായി ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചാലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല.